ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് മനഃപ്പാഠമാക്കും. അതുകൊണ്ട് ആമന റസൂൽ പഠിക്കുക. ഞാൻ ആമന റസൂൽ ഒരു പ്രാവശ്യം ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. എത്ര പ്രാധാന്യമുള്ള ഭാഗമാണ്, പ്രാർത്ഥനയാണ്, മന്ത്രമാണ്. പ്രധാനപ്പെട്ട ഭാഗം നോക്ക്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് മറന്നുപോയതിന്റെ പേരിലോ ഞങ്ങൾക്ക് തെറ്റുവന്നതിന്റെ പേരിലോ ഞങ്ങളെ നീ പിടികൂടല്ല, ശിക്ഷിക്കരുത് റബ്ബേ. ആരാ പ്രാർത്ഥിക്കാതിരിക്കുക കൂട്ടരെ? ആർക്കാ പറയാൻ മോഹമില്ലാത്തത്? സുഹൃത്തുക്കളെ, വന്നുപോയ തെറ്റിന്റെ പേരിൽ, മറന്നുപോയതിന്റെ പേരിൽ പടച്ചോനെ എന്നെ നീ പിടികൂടരുത് റഹ്മാനെ ഗഫാറെ. ഈ പ്രാർത്ഥനയാ അമന റസൂലെങ്കിൽ ഇന്ന് മനഃപ്പാഠമാക്കിക്കോ. മനഃപ്പാഠമാകുന്നത് വരെ എഴുതി കയ്യിൽ വെച്ചോ, ഖുർആൻ തലയിണയുടെ അടുത്തു വെച്ചോ, കിടക്കാൻ നേരം പാരായണം ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോ. മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണേ കൂട്ടരെ. രണ്ടാമത്തെ പ്രാർത്ഥന എന്താ? റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റാ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് നീ നൽകിയതുപോലെ അതിപ്രയാസകരമായ പ്രയാസങ്ങളൊന്നും ഞങ്ങളുടെ മേൽ നീ നൽകല്ല റഹ്മാനേ റബ്ബേ. ഈ പ്രാർത്ഥന പറയാൻ ആഗ്രഹിക്കാത്തവരാരാ ഈ സദസ്സിലുള്ളത്? ആമന റസൂൽ മനഃപ്പാഠമാക്കിക്കോ കൂട്ടരെ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ ബിഹി. ഇതാരാ പറയാതിരിക്കുക? പടച്ച റബ്ബേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത് ഞങ്ങളിൽ ഏൽപ്പിക്കല്ല റഹ്മാനേ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, റഹ്മാനേ, പടച്ച റബ്ബേ. വലാ തുഹമ്മിൽനാ, ഞങ്ങളുടെ മേൽ നീ ഏറ്റിവെക്കല്ല, വഹിപ്പിക്കല്ല റബ്ബേ. മാലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്കത് താങ്ങാൻ കഴിയാത്തതാണെങ്കിൽ, താങ്ങാൻ കഴിയാത്തത് എന്റെ പുറത്ത് വെക്കല്ല റബ്ബേ എന്ന് ആരാ പറയാതിരിക്കുക?
ആർക്കാ ഇത് പറയാൻ മോഹമില്ലാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ പ്രാർത്ഥിക്കണം. വഅഫു അന്നാ, എനിക്കൊരുപാട് തെറ്റ് വന്നിട്ടുണ്ട്, അഫ്വ് നൽകണം, വിട്ടുതരണം. വഗ്ഫിർ ലനാ, പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് പൊറുത്തു തരണം റബ്ബേ. വർഹംനാ, അതാണ് നിന്റെ കാരുണ്യം, അതുകൊണ്ട് ആ കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ. നിന്നോടിത് പറയാൻ എന്തെന്നല്ലേ റബ്ബേ കാരണം? അന്ത മൗലാന, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അതുകൊണ്ടാണ് നിന്നോടിത് പറയുന്നത്. അതുകൊണ്ട് രക്ഷാധികാരിയായ റബ്ബേ, ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, കാഫിറുകളായ, ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ ഇപ്പറഞ്ഞതിനെയെല്ലാം തള്ളിക്കറയുന്ന കാഫിറുകളിൽ നിന്ന് എന്നെ നീ സഹായിക്കണമേ എന്ന്. സഹോദരങ്ങളെ, ഖവാത്തീമുൽ ബഖറ മനപ്പാടാക്കൂലേ? ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. തൊട്ട് പിന്നിലേക്ക് വന്നാല് സയ്യിദത്തു ആയി അൽ ഖുർആൻ എന്ന ഒരു വചനമുണ്ട്. ഏതാണ് ആ ആയത്ത്? സയ്യിദത്തു